ഓക്കെ, യെസ്. അപ്പൊ ഇതില് പുതിയ കുട്ടികൾ അല്ലെങ്കിൽ യൂട്യൂബിലോ ടെലഗ്രാമിലോ ഒക്കെ പച്ചവെള്ളത്തെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ റിസൾട്ടുകളെ കുറിച്ച് അറിഞ്ഞ് വന്ന ആളുകൾ കുറെ പേരുണ്ട്. എന്നാൽ നമ്മുടെ പഴയ 2024-ലും 2005-ലും ഒക്കെയുള്ള ബാച്ചിലെ ആളുകൾ പഠനം തുടരാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പഠനം തുടരാൻ വേണ്ടിയിട്ട് വന്ന ആളുകളും ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരെയും ഒരുപോലെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആസിഫ് എന്നാണ്, മലപ്പുറം ആണ് വീട്. പച്ചവെള്ളത്തിന്റെ ഓഫീസ് എറണാകുളത്താണ്. ഇപ്പൊ ഞാൻ നമ്മുടെ ഓഫീസിൽ വെച്ചാണ് സെഷൻ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ 2019 മുതൽ ടൈപ്പിസ്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. യെസ്, ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കഴിഞ്ഞ വർഷം മാത്രം 200ഓളം ഉദ്യോഗാർത്ഥികളെ ടൈപ്പിസ്റ്റിൽ നിന്ന് മാത്രം നമ്മളെ ലിസ്റ്റിലും ജോലിയിലേക്കുമായിട്ട് എത്തിച്ചിട്ടുണ്ട്. അത്രത്തോളം റിസൾട്ട് ടൈപ്പിസ്റ്റിൽ പകരം വെക്കാനാകാത്തതാണെന്നുള്ളതാണ് നമ്മളും നമ്മുടെ ടീമും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും 2026 എന്ന് പറയുന്ന ഒരു വലിയ വർഷം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ വലിയ വർഷത്തിന്റെ തുടക്കത്തിൽ കട്ടയ്ക്ക് 3 നോട്ടിഫിക്കേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. ഇതിനെല്ലാം കൂടെ വേണ്ടിയിട്ട് ഒരു പരീക്ഷയാവും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്താണെങ്കിലും ആദ്യം മുതലേ പഠിച്ച് വൃത്തിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. റെഗുലറായിട്ട് പരീക്ഷകൾ എഴുതുക, പരീക്ഷ പേടി മാറ്റുക, മാക്സിമം റിവിഷൻ ചെയ്യുക. പരീക്ഷാ ഹാളിൽ 80+ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തു വെക്കുക. പരീക്ഷാ ഹാളിൽ അത് നേടുക, ജോലിയിലേക്ക് എത്തുക. യെസ്, പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കുക, ലഡുവുമായിട്ട് വരിക കേട്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ പല സെഷനുകളിലായിട്ട് യൂട്യൂബിലായിട്ടും ഗൂഗിൾ മീറ്റിലൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. യെസ്, റിവിഷന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോ ഇന്ന് നമ്മളെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. തുടങ്ങാം. ഓക്കെ, യെസ്, ലഡു മുഖ്യമാണ്. യെസ്, അപ്പോ എല്ലാരും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഞാനായിരിക്കും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കും ഞാനായിരിക്കും നിങ്ങളെ ബാച്ചിൽ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, 5 മൊഡ്യൂൾസ്: ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ, സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ 5 മൊഡ്യൂളുകളിലായിട്ട് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ 10 അല്ലെങ്കിൽ 12 മാർക്ക് ഒരു ആവറേജ് ഒക്കെ ചോദിക്കും നമ്മുടെ പരീക്ഷയിൽ. ഇനി അപ്പുറത്തെ നമുക്ക് എന്തുണ്ട്? വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഉണ്ട്. ഇതെല്ലാം കൂടി കമ്പ്യൂട്ടർ ഫണ്ടമെന്റലും വേർഡും എക്സലും പവർ പോയിന്റും കൂടി നമുക്ക് 40 മാർക്കാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷയിൽ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ 10 മാർക്ക് ചോദിച്ചു, വേർഡ് 10 മാർക്ക് ചോദിച്ചു, എക്സൽ 10 മാർക്ക് ചോദിച്ചു, പവർ പോയിന്റ് 10 മാർക്ക് ചോദിച്ചു. അങ്ങനെ 40 മാർക്ക് വൃത്തിയായിട്ട് അവർ ചോദിച്ചു. ടൈപ്പ് റൈറ്റർ 10 മാർക്കും കൂടെ ആകുമ്പോൾ 50 മാർക്ക് അവിടെ സെറ്റ് ആയിരുന്നു. പക്ഷെ എല്ലാ പരീക്ഷയിലും അങ്ങനെ കൃത്യത പാലിക്കണമെന്നില്ല. വേർഡിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു 12 മുതൽ 15 ചോദ്യങ്ങൾ വരെ വേർഡിൽ നിന്ന് ചോദിക്കും. ഒരു 7 ചോദ്യങ്ങളൊക്കെ റേഞ്ച്, 7-8 ചോദ്യങ്ങളാണ് എക്സലിന് ചോദിക്കുക. ബാക്കി 5-6 ചോദ്യങ്ങളാണ് നോർമലി പവർ പോയിന്റിൽ നിന്ന് ചോദിക്കാറുള്ളത് LD ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷയിൽ. പക്ഷേ ഇപ്പൊ ഓഫീസ് അസിസ്റ്റന്റിന് 10 എന്നുള്ള രൂപത്തിലാണ് ചോദിച്ചത്. കാരണം അത് കുറച്ച് വൃത്തിക്കായിക്കോട്ടെ, വെടിപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ ചോദിച്ചായിരിക്കും. പക്ഷെ അത് നമ്മൾ എല്ലായ്പ്പോഴും എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. കാരണം വേർഡ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ. ഇനിയിപ്പോ എക്സലിലേക്ക് പോകുമ്പോഴും പവർ പോയിന്റിലേക്ക് പോകുമ്പോഴും ഒക്കെ വേർഡിൽ പഠിച്ച കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കുന്ന സമയത്തും വേർഡിൽ നമ്മളെ കൊടുക്കണം അല്ലേ? യെസ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, പേരെടുത്ത് ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഉത്തരം പറയോ? പേരെടുത്ത് ചോദിക്കാറില്ല. യെസ്, ഞാൻ ചോദിക്കട്ടെ, ഈ മൈക്രോസോഫ്റ്റ് വേർഡും എക്സലും പവർ പോയിന്റും ഉൾപ്പെടുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇല്ലേ? ഓക്കെ, ഇത് എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്? എന്റെ ചോദ്യം, ഇതൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണോ അതോ പെയ്ഡ് ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണോ? ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറുകളെ നമുക്ക് ഫ്രീവെയർ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം
അല്ലെ? ഫ്രീവെയർ വേറെ ഉണ്ട്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വേറെ ഉണ്ട്. രണ്ടും എന്താണ്? അൺപെയ്ഡ് ആണ്, പൈസ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. യെസ്, അതാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അപ്പൊ ഓപ്പൺ സോഴ്സ് ഫ്രീവെയർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ നമ്മൾ പെയ്ഡ് സോഫ്റ്റ്വെയർസിനെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് എന്നാ വിളിക്കുക. അപ്പൊ ഇതിൽ ഏത് ഗണത്തിൽ വരും? ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണോ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? യെസ്, പിന്നെ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയാണ്, ഈ ക്ലാസ്സിൽ ഒരുപാട് അറിയുന്ന, കുറെ കാലങ്ങളായിട്ട് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള കുറേ ചങ്കുകൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങുന്നത് ഇപ്പൊ ബേസ് ലെവലിൽ നിന്നുകൊണ്ടാണ്. കാരണം തുടക്കക്കാരായ കുറെ ആളുകൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മിഡിൽ അല്ലെങ്കിൽ അതിലും താഴെ നിന്നുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ബേസ് ലെവലിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു തുടങ്ങാൻ, കുഴപ്പമില്ലല്ലോ. പിന്നെ ഒരു കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നിങ്ങളുടെ റേഞ്ച് എനിക്ക് മനസ്സിലാവും. കുറച്ച് പരീക്ഷകളും കുറച്ച് ചോദ്യം ചോദിക്കലുകളും പരിപാടികളൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ റേഞ്ച് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണോ അതോ പ്രൊപ്രൈറ്ററി പെയ്ഡ് സോഫ്റ്റ്വെയർ ആണോ? യെസ്, കുറച്ച് പേര് ഫ്രീ അല്ലേ, ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ്, ഓക്കെ. ചിലര് പറയുന്നുണ്ട് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നുണ്ട്. ഇതിന് കാരണം, ഈ സംശയം വരാൻ വേണ്ടിയുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യെസ്, നമ്മളാരും ഇതുവരെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പൈസ കൊടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. പലരും മൈക്രോസോഫ്റ്റ് ഓഫീസ് പൈസ കൊടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഉഡായിപ്പാണ്. നമ്മൾ ഈ പെയ്ഡ് സോഫ്റ്റ്വെയർസിന്റെ ക്രാക്ക്ഡ് വേർഷൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ അപ്പുറത്തെ കഫേയിലുള്ള ചേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ടെക്കിയായ സുഹൃത്തോ ഇതിനെ ക്രാക്ക് ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ ഫ്രീ സാധനം തരുന്നത് കേട്ടോ. അപ്പൊ നിയമപരമായി നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. സോഫ്റ്റ്വെയർ പൈറസി നമ്മൾ ചെയ്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത്, അനൂപ് ഫ്രീ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത്. അനൂപിന്റെ മാക് അഡ്രസ്സും അനൂപിന്റെ അനൂപിന്റെ IP അഡ്രസ്സും കാര്യങ്ങളും പറയുകയാണെങ്കിൽ എനിക്ക് അനൂപിനെതിരെ വേണമെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ പൈറസി ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ബിക്കോസ് ലൈസൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് മാത്രമേ, പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ മാത്രമേ മൈക്രോസോഫ്റ്റ് ഓഫീസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, ആ ഓഫീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറുള്ളത് എന്നുള്ളതാണ് വസ്തുത, അല്ലെ? യെസ്, അപ്പോ മൈക്രോസോഫ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സോഫ്റ്റ്വെയർസ് അതിലുണ്ട്. ഓഫീസിൽ തന്നെ നമുക്ക് വേർഡ് മാത്രമല്ല, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഓഫീസിൽ തന്നെ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് കുറേയധികം സോഫ്റ്റ്വെയർസ് വേറെയുണ്ട് അല്ലെ? നമുക്ക് നമ്മുടെ പബ്ലിഷർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ആക്സസ്. അങ്ങനെ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് സ്യൂട്ടിൽ തന്നെ കുറേയധികം സോഫ്റ്റ്വെയർസ് എക്സ്ട്രാ വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് 3 എണ്ണാണ്. ഏതൊക്കെ? വേർഡ്, എക്സല്, പവർ പോയിന്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്, പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇനി അതിൽ തന്നെ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്നത് വേർഡും എക്സലും പവർ പോയിന്റും ആണ്, അല്ലെ? ആക്സസും കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, പക്ഷെ നമ്മൾ വേർഡ്, എക്സൽ, പവർ പോയിന്റ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി വേർഡിലേക്കൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് ആദ്യം കുട്ടികളെ പരിചയപ്പെടുത്താറുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് പരീക്ഷയിൽ ഇതാരാ കണ്ടുപിടിച്ചത് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാദ്യമൊക്കെ ഇതിങ്ങനെ ചോദിക്കാതിരുന്നതിന് കാരണം മറ്റു പല കാര്യങ്ങളും ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോഴും ഈ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ ആരാ കണ്ടുപിടിച്ചത് എന്ന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അടുത്ത കാലം വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ഇത് ഒരാളല്ല, ഒന്നിലധികം ആളുകളും ചില കമ്പനികളുടെ ഇടപെടലുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട്, ഒരു സ്പെസിഫിക്കലി ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ടേ ആണ് ഇതുവരെ ഇത് ചോദിക്കാതിരുന്നത്. പക്ഷെ ഈ ChatGPT ഒക്കെ വന്ന കാലത്ത് ഇപ്പൊ ഒന്നും കൂടി സോഴ്സസ് നമുക്ക് സുതാര്യമായി കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആവണം. ഇപ്പൊ കഴിഞ്ഞ 2025 ഒരു പരീക്ഷയിൽ വേർഡ് ആരാ കണ്ടുപിടിച്ചത് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അത് പഠിച്ചേ മതിയാവുള്ളൂ. നമുക്കറിയാം മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്, അല്ലെ? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് വേർഡുകളെ എഡിറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈമറി ക്രിയേറ്ററെ ആണ് PSC പരീക്ഷാ ഹാളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആരാടാ? ചാൾസ്
സിമോണി. ചാൾസ് സിമോണിയാണ് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ പ്രൈമറി ക്രിയേറ്റർ. അദ്ദേഹത്തിന്റെ കൂടെ ഏർലി ഡെവലപ്പർ ആയിട്ടുണ്ടാവുന്ന ഒരാളുടെ പേര് കൂടി പഠിച്ചു വെക്കുക, റിച്ചാർഡ് ബ്രോഡി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഏത് കണ്ടുപിടിച്ചിട്ടുള്ളത്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആയ മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ PSCയുടെ ആൻസറിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ചാൾസ് സിമോണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി തെറ്റാൻ പാടില്ല, ആരാണ്? ചാൾസ് സിമോണി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡെവലപ്പർ ആരാണ്? റിച്ചാർഡ് ബ്രോഡി എന്ന പോയിന്റ് കൂടി അവിടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി 1980 ഇതിന്റെ ഏകദേശം ആദ്യത്തെ രൂപങ്ങൾ വരുന്നതെങ്കിലും ഫസ്റ്റ് ഒഫീഷ്യൽ റിലീസ് 1983 അതാണ് നമ്മൾ പറഞ്ഞത്. ഇതിങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കും, പിന്നെ അതിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കും, ചില കമ്പനികൾ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ കൂടെ കൂടിയിട്ട് പലതരത്തിലുള്ള റിലീസുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് റിലീസ് 1983 80 മുതൽ ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? താഴെ കൊടുത്തിരിക്കുന്നതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു. എന്നിട്ട് അവിടെ ചോദിച്ചു എക്സൽ, പവർ പോയിന്റ്, ആക്സസ്, വേർഡ് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സംശയമില്ലാതെ പറയാൻ സാധിക്കണം. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഏതാ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് നമുക്ക് പറയാൻ സാധിക്കണം. യെസ്, അത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ആരാണ് വേർഡ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നില്ല. ആരാണ് വേർഡ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, ചാൾസ് സിമോണിയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡെവലപ്പർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് ബ്രോഡി എന്ന കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, ഇനി എന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1980 സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫസ്റ്റ് റിലീസ് സ്റ്റാർട്ട് ചെയ്തത് 1983 എന്ന പോയിന്റ് അവിടെ എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. ഓക്കെ, ഇനി മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് എക്സൽ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഈ സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ? വേർഡ് പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നു, അതിന്റെ എഡിറ്റിംഗ്, പ്രോസസിംഗ്, പ്രൂഫിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയാണ് വേർഡ് പ്രോസസിംഗ് എന്ന് പറയുന്നതെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് നിരകളും വരികളുമായിട്ട് അല്ലെ, വരികളും നിരകളുമായിട്ട്, റോസും കോളംസുമായിട്ട് ഡാറ്റാസിനെ അറേഞ്ച് ചെയ്ത് കാൽക്കുലേഷൻ ബേസിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അപ്പൊ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. എക്സൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇതാരാ കണ്ടുപിടിച്ചത്? ഡൗഗ് ക്ലണ്ടർ അല്ലെ, ലീഡ് ഡെവലപ്പർ ആണ്. യെസ്, 1985 സമയത്താണ് ഇത് റിലീസ് ചെയ്തത് എന്ന പോയിന്റ് കൂടി അവിടെ പഠിച്ചു വെക്കാം. ഡൗഗ് ക്ലണ്ടർ. ഓക്കെ, അപ്പോ വേർഡ് കണ്ടുപിടിച്ചത് ചാൾസ് സിമോണി ആണ്. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ചാൾസ് സിമോണി. എക്സൽ കണ്ടുപിടിച്ചത് ഡൗഗ് ക്ലണ്ടർ എന്ന പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഡൗഗ് ക്ലണ്ടർ കേട്ടോ. ഇനി വേർഡ് ആണെങ്കിൽ 1983 സമയത്താടാ, എക്സൽ ആണെങ്കിൽ 1985 സമയത്താണ് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി പവർ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെ? യെസ്, ഇതിന്റെ താഴേക്ക് ഞാൻ പോണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു പോയപ്പോരെ. യെസ്, ഇത് നെറ്റ് ബേസ് ആണ്. ഇത് കണ്ടുപിടിച്ചത് രണ്ടുപേരുണ്ട്. യെസ്, കൺസെപ്റ്റും ഡിസൈനും അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയത് റോബർട്ട് ഗാസ്കിൻസ് ആണെങ്കിൽ യെസ്, അതിന്റെ ലീഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡെന്നിസ് ഓസ്റ്റിൻ ആണ് എന്ന പോയിന്റ് അവിടെ പഠിച്ചു വെക്കാം. പുതിയ പേരുകളായിരിക്കും ഇത്. ചിലപ്പോൾ റാങ്ക് ഫയലുകളിലൊന്നും നിങ്ങൾ കാണില്ല. പുതിയ റാങ്ക് ഫയലുകൾ, അപ്ഡേറ്റ് ചെയ്ത റാങ്ക് ഫയലുകളിൽ മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ. കാരണം നമ്മളും ഇത് ചാൾസ് സിമോണി ചോദിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. കാരണം അങ്ങനെ അതുവരെയുള്ള കാലഘട്ടത്തിൽ ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പരീക്ഷയിൽ. ഇപ്പൊ ഇനി നമ്മളിത് പഠിക്കണം കേട്ടോ. അപ്പൊ റോബർട്ടും ഡെന്നിസും ആണ്. യെസ്, ഏത്? റോബർട്ടും ഡെന്നിസും ആണ്. യെസ്, അപ്പൊ ഇത് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കുക, ആസും ഗ്യാസും കേട്ടോ. ഇൻവെന്റർ, പവർ പോയിന്റ് ആസ് ഗ്യാസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓസ് ഗ്യാസ്, യെസ്, അല്ലെങ്കിൽ ഓസിന് ഗ്യാസ് അടിച്ചിട്ടാണ് പവർ പോയിന്റിന്റെ പ്രസന്റേഷൻ ഉണ്ടാക്കിയത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓസിന് ഗ്യാസ് അടിച്ചിട്ട്, ഓസ് ഗ്യാസ് കേട്ടോ. അപ്പൊ ഗ്യാസ് ഓസ് ആണ്. റോബർട്ട് ഡെന്നിസ് ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉണ്ടാക്കിയത് 1987 കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പൊ ഇതില് തലയെ കയറാത്ത പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇരുത്തി വായിക്കണം എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. മൈക്രോസോഫ്റ്റ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. എക്സൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള പോയിന്റ് ആദ്യമേ പഠിച്ചു വെക്കാം. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ വേർഡ് കണ്ടുപിടിച്ചത് സിമോണിയാണ്, ചാൾസ് സിമോണിയാണ്. എക്സൽ കണ്ടുപിടിച്ചത് ഡോഗ് ക്ലണ്ടർ ആണ്. പവർ പോയിന്റ് കണ്ടുപിടിച്ചത് ഇവർ രണ്ടുപേർക്കും പ്രാധാന്യം കൊടുക്കുക, റോബർട്ടും ഡെന്നിസും, ഗ്യാസും ഓസും എന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1 83, 1 85, 1 87 പഠിക്കാൻ എളുപ്പമാണ്
അല്ലെ? 83, 85, 87 എന്നും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേടാ? യെസ്, സെറ്റല്ലേ? സെറ്റല്ലേ? യെസ്. ഇത് നമ്മൾ പഴയ ക്ലാസ്സിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല, പക്ഷേ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. അപ്പൊ ഇത് പേര് ഞാനിപ്പോ ഇങ്ങനെ വൈറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, ഒരു മങ്ങലിന്റെ ഇടയിൽ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്. ഇനി ഞാൻ ഈ പേജ് ഫുൾ ആയിട്ട് മാറ്റി. ഇനി ഇപ്പൊ വായിക്കാൻ പറ്റുന്നുണ്ടോ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചത് ആരാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ആരാ? ചാൾസ് സിമോണി അല്ലെ? യെസ്. ഓക്കെ. പിന്നെ എക്സൽ കണ്ടുപിടിച്ചതോ? ഡോഗ് ക്ലെൻഡർ അല്ലെ? കിട്ടുന്നില്ലേ? യെസ്. പവർ പോയിന്റ് കണ്ടുപിടിച്ചതോ? റോബർട്ടും ഡെന്നിസും. യെസ്, റോബർട്ട് ഗ്യാസ്ലിൻ ഡെന്നിസ് ഓസ്റ്റിൻ അല്ലെ? യെസ്. ഓക്കെ. 83, 85, 87 കിട്ടുന്നില്ലേ? യെസ്. ശരിക്കും കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഒക്കെ ഒന്ന് ഇരുത്തി വായിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ കാണുക, ക്ലാസ്സിന് ശേഷം പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ നാളെ രാവിലെ 5 മണിക്ക് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിന് ശേഷം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 5 മണിക്ക് ഇപ്പൊ ഈ രാത്രി 10:30ക്ക് ശേഷം ആണ് ക്ലാസ്, പിന്നെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആവുക അല്ലെ? അപ്പൊ ഇനി പഠിക്കാൻ സമയം കിട്ടിയില്ല 5 മണിക്ക് തന്നെ ചെയ്യണമെന്നില്ല. രാത്രി 8 മണിക്ക് മുന്നേ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. 8 മണിക്കാണ് അതിന്റെ ലീഡർ ബോർഡ് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. യെസ്. ഇനി നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഓഫീസിലേക്ക് പോവാണ്, വേർഡിലേക്ക് പോവാണ്. ഓരോന്നോരോന്നെ നമ്മൾ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പോവാണ്. അതിലാദ്യം നമ്മളെ യെസ്. ഓക്കെ. അതായത് ഓഫീസ് എന്ന് പറയുന്നത് ഒരു വലിയ സോഫ്റ്റ്വെയർ ആണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളുടെ കൂട്ടമാണ് ഓഫീസ് എന്ന് പറയുന്നത്. ഈ ഓഫീസ് ആരുടെയാ? ഓഫീസ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പറയുന്ന ഓഫീസ് കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ. യെസ്. ക്ലിയർ അല്ലേ സംഗീത? കറണ്ട് അഫയേഴ്സും ഉണ്ടാവും മോക്ക് ടെസ്റ്റിന് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഇന്ന് രാവിലത്തെ കറണ്ട് അഫയേഴ്സും ഉണ്ടാവും മോക്ക് ടെസ്റ്റിന്. ഓക്കെ. യെസ്. പിന്നെ ഇന്ന് ഗ്രൂപ്പിൽ ഇപ്പോൾ ക്ലാസ്സിന് കയറാൻ നേരത്തെ ഒരു മെസ്സേജ് കണ്ടു. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയൂ എന്നുള്ളത്. യെസ്, ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്ന ഒരാളുടെ ഒരു ചോദ്യമാണത്. യെസ്, അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ കുറെ പോയിന്റുകൾ എടുത്തു. ഇപ്പൊ ഈ വേർഡിന്റെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും. ചിലത് ഞാൻ പറയും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും, ചിലത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എന്ന് പറയും. ഇതില് വായിച്ചു നോക്കണം എന്ന് പറയുന്നതിനകത്തുനിന്നും ചോദ്യങ്ങൾ വരും. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിനകത്ത് ചിലപ്പോൾ ചോദ്യങ്ങൾ വരില്ല. അത് തിരിച്ചും മറിച്ചും ഒക്കെ സംഭവിക്കാം. അതാണ് കോമ്പറ്റിറ്റീവ് എക്സാം എന്ന് പറയുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും പഠിക്കുക. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതും കൂടി പഠിക്കുക കേട്ടോ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന പോലെ ഉള്ളതല്ല കോമ്പറ്റിറ്റീവ് എക്സാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എത്ര കിട്ടിയാലും മതിയാവാത്ത, ശ്രീനിവാസനെ കുറിച്ച് ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ അതല്ലാത്ത പോയിന്റുകൾ ഇനിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. യെസ്. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡിലേക്ക് വരുന്ന സമയത്ത് എന്താണ് വേർഡ്? വെൻ യു യൂസ് യുവർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു ക്രിയേറ്റ്, എഡിറ്റ്, പ്രൊഡ്യൂസ് ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ്, ദാറ്റ് ഈസ് വേർഡ് പ്രോസസിംഗ്. ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ടെക്സ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. വേർഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ? ദ കീ അഡ്വാൻറ്റേജസ് ഓഫ് വേർഡ് പ്രോസസർ ഈസ് എബിലിറ്റി ടു മേക്ക് ചേഞ്ചസ് ഈസിലി, സച്ച് ആസ് കറക്റ്റിംഗ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗുകൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ, ഉള്ളതിനെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാം, നമുക്ക് ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യാം. ഫോർമാറ്റിംഗ് ആൻഡ് റീ അലോക്കേറ്റിംഗ് ടെക്സ്റ്റ് അല്ലെ? നമുക്ക് ഒരു ബോൾഡ് ആയ ടെക്സ്റ്റിനെ ബോൾഡ് അല്ലാതാക്കി മാറ്റാം. വേറെ എന്തെങ്കിലുമൊക്കെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, വലിപ്പം കൂട്ടാം, അണ്ടർലൈൻ കൂട്ടാം, ചെരിവാക്കാം, വടിവാക്കാം, സ്ട്രൈക്ക് ത്രൂ കൊടുക്കാം, സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാം, സബ്സ്ക്രിപ്റ്റ് ആക്കാം, അലൈൻമെന്റ് സെറ്റ്, ഇങ്ങനെ കുറെ അധികം ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അതെല്ലാം വളരെ വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ?
അതല്ലേ വേർഡിന്റെ പ്രത്യേകത അല്ലെ. നമുക്ക് ക്രിയേറ്റ്, എഡിറ്റ്, പ്രൊഡ്യൂസ് ടെക്സ്റ്റ് ആണ്. യെസ്, അതിനകത്ത് കറക്റ്റിംഗ് സ്പെല്ലിങ്സ്, ആഡിങ്, ഡിലീറ്റിംഗ്, ഫോർമാറ്റിംഗ്, റീഅലോക്കേറ്റിംഗ് ടെക്സ്റ്റ്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേർഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി വന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. യെസ്, അപ്പൊ അത് നിങ്ങൾക്കറിയാം. അപ്പൊ മൈക്രോസോഫ്റ്റ് ഓഫീസ് is a software package consists for a set of application softwares. The first version of Microsoft Office for Windows released in 1989. Okay, yes, അതായത് ഒഫീഷ്യൽ വേർഷൻസ് ഒക്കെ 89 കാലഘട്ടത്തിലാണ് വരുന്നതെങ്കിലും നമ്മൾ റിലീസിങ് എപ്പോ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 83, 85, 87 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. യെസ്, ഇനി 1989 അതിന്റെ ഒഫീഷ്യൽ റിലീസുകൾ വരുന്നത് എന്നുള്ളതും യെസ് നമുക്ക് പിന്നെ കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ പറഞ്ഞ വർഷങ്ങളെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി മൈക്രോസോഫ്റ്റ് വേർഡ്, ഇത് പലതും എന്താ പറയാ, ആദ്യം തന്നെ നമ്മളെ ഓഫീസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താ പറയാ, ഓഫീസിലാണ്, മൈക്രോസോഫ്റ്റ് ഓഫീസിലാണ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ആക്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ വേറെ വേറെ കമ്പനികളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഓഫീസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത കാര്യങ്ങളും ഉണ്ട്. ഈ പവർ പോയിന്റ് തന്നെ ആദ്യം പവർ പോയിന്റിന്റെ പേരിലല്ലായിരുന്നു കേട്ടോ, മൈക്രോസോഫ്റ്റ് പിന്നെ അത് വാങ്ങിയതാണ്. അപ്പോ ആദ്യ കാലത്ത് എല്ലാം മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ അണ്ടറിലായിരുന്നില്ല ഈ വേർഡും എക്സലും പവർ പോയിന്റും ഒക്കെ. പല ആളുകൾ കണ്ടുപിടിച്ചും പല കമ്പനികൾ കണ്ടുപിടിച്ചും പിന്നീട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ വർഷം ഇതെല്ലാം കൂടെ ഉള്ള ഓഫീസ് 89 ഫസ്റ്റ് റിലീസ് എന്നുള്ള ചെറിയ സംശയം വന്നില്ലേ. അതാണ് പറഞ്ഞത്, ഈ പവർ പോയിന്റിന്റെ പേര് വേറെ എന്തോ ഒരു പേരായിരുന്നു, അത് വേറെ ഏതൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് മൈക്രോസോഫ്റ്റ് അതിനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോ ഈ ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് 1989 ഇത് റിലീസ് ചെയ്യുന്നത്. അതിനുള്ളിൽ വേർഡും എക്സലും പവർ പോയിന്റും ആക്സസും ഉള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണോ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണോ എന്ന് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ സംശയം ഉണ്ടോ? ഫ്രീ ആണോ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണോ? ഏതാ? ഫ്രീ സോഫ്റ്റ്വെയർ ആണോ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണോ? മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് അല്ലേ? യെസ്, ഓക്കെ. ഇനി ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. ഈ MS ഓഫീസ് ഇല്ലേ, ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിലോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? ഉത്തരം പറ. യെസ്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്, പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ അല്ല, പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? ആർക്കും വലിയ സംശയം ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. എല്ലാവരും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. അതായത് യൂസറുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് അല്ലെ. അപ്പൊ അതിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. സിസ്റ്റത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, യൂസറുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിൽ പിന്നെ ആർക്കും സംശയം ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, ഇനി ഇതിന്റെ വേർഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെന്താണെന്ന് അറിയാം. ഇതിനകത്ത് തന്നെ 2 പോയിന്റുകൾ നമ്മൾ ഇവിടെ ഓൾറെഡി പഠിച്ചായിരുന്നു. മൈക്രോസോഫ്റ്റ് 1980കളിൽ ഇത് നിർമ്മിച്ചു, 83 ഇത് ഫസ്റ്റ് റിലീസ് ചെയ്തത് എന്നുള്ള രൂപത്തിൽ നമ്മൾ പഠിച്ചു. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു സ്ക്രീൻഷോട്ടിൽ ഇവിടെ പറയാണ്, 1989 ഓഫീസ് വേർഡ് ഫോർ വിൻഡോസ് 1.0 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ 83 കണ്ടുപിടിച്ച ഒരു സാധനം എങ്ങനെയാണ് ഫസ്റ്റ് 89 റിലീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. ഇത് ചോദ്യം വേറെയാണ്. ഇത് നോക്കിയേ നിങ്ങൾ, വിൻഡോസിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയത് 1989 ശേഷമാണ് കേട്ടോ. ഓക്കെ, 1989 ശേഷമാണ് വിൻഡോസ് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പൊ അതിനു മുന്നേ വിൻഡോസ് അല്ലാത്ത പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ഒരു പ്രോസസ്സിംഗ് ആണ്, ഒരു കാലങ്ങളായിട്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് വരികയാണ്. 80 അത് കണ്ടുപിടിച്ചു, ഏർലി സ്റ്റേജ് 80 കണ്ടുപിടിച്ചു, 83 അതിന്റെ ഫസ്റ്റ് റിലീസ് ചെയ്തു, 89 വിൻഡോസിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. നേരത്തെ 1989 പറഞ്ഞത് ക്ലിയർ ആയില്ല എന്ന് പറയുന്നു. അതായത് ഓരോരോ പ്രൊഡക്റ്റുകൾ ഓരോരോ സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് സിബി. അതായത് നമ്മള് വേർഡ് ഒരു സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്സൽ ഒരു സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, പവർ പോയിന്റ് ഒരു സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് ഓരോരോ ആളുകൾ പല കമ്പനികൾ പല സമയത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ മൈക്രോസോഫ്റ്റ് ഓഫീസിലേക്ക് ഇവരെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 1989. ക്ലിയർ ആയോ? ഓക്കെ, 1989 മൈക്രോസോഫ്റ്റ് ഓഫീസിലേക്ക് ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്
കേട്ടോ. പവർ പോയിന്റ് ഒക്കെ വേറൊരു കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. കമ്പനിയിലുള്ള 2 ആളുകളാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് 89 ശേഷമാണ് അതിനെ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഏത് ഓഫീസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. യെസ്, പിന്നെ ഇതൊന്നും വർഷമൊന്നും പഠിക്കണം എന്നില്ല, ജസ്റ്റ് നിങ്ങളെ റെഫറൻസിന് വേണ്ടി പറഞ്ഞത് മാത്രം. 89 മുതൽ അങ്ങ് തുടങ്ങി. പിന്നെ 2003 2003 വന്നത്, 2007 2007 വന്നത്. യെസ്, അതാണ് നമ്മൾ ഓരോരോ മാറ്റങ്ങൾ. നെസ്റ്റഡ് ഡയലോഗ് ബോക്സ് ആയിരുന്നു, പിന്നെ ഓരോന്ന് മെനൂസ്, ടൂൾ ടിപ്പ്, ഇതൊന്നും പഠിക്കണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു മാത്രം. 2003 ഓഫീസ് വേർഡ് 2003 എന്ന് പറയുന്ന വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലും നമുക്ക് പഠിക്കേണ്ട. അതിനുശേഷമുള്ള കാര്യങ്ങൾ 2007 വന്ന 2007 റിലീസാണ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ജസ്റ്റ് അതിന്റെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, യെസ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു വലിയ പെട്ടി, ഓഫീസ്, അതിനുള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു പെട്ടികളാണ് വേർഡും എക്സലും പവർ പോയിന്റും ആക്സസും പബ്ലിഷറും ഒക്കെ. ഓക്കെ, മനസ്സിലായോ? വലിയ പെട്ടിയാണ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട്. അതിനുള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് കാര്യങ്ങളൊക്കെ. ഈ കുഞ്ഞു കുഞ്ഞു പെട്ടികൾ എന്താണ്? ഈ വലിയ പെട്ടി ഉണ്ടാക്കുന്നതിന് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേർഡ് 83, എക്സൽ 85, പവർ പോയിന്റ് 87 കണ്ടുപിടിച്ചു. പക്ഷെ ഇതൊക്കെ ഈ പെട്ടിക്കുള്ളിലാക്കുന്നത് 1989. ക്ലിയർ ആണോ പോയിന്റ്? ക്ലിയർ ആണോ പോയിന്റ്? യെസ് എന്ന് വിചാരിക്കുന്നു. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്താന്ന് ചോദിക്കുന്നു. ഡാറ്റാബേസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മളിപ്പോ വേർഡ് പ്രോസസ് ചെയ്യാൻ, എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വേർഡ് യൂസ് ചെയ്യും, കാൽക്കുലേഷന് വേണ്ടിയിട്ട് എക്സൽ യൂസ് ചെയ്യും, പ്രസന്റേഷന് വേണ്ടിയിട്ട് പവർ പോയിന്റ് യൂസ് ചെയ്യും. ഇതല്ലാതെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ നിർമ്മിച്ച് അതിനുള്ളിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിനുള്ളിലുള്ള ഡാറ്റ, പിന്നെ ആളുകളുടെ പേരും മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ വെബ്സൈറ്റ് ആവുന്ന സമയത്ത്. അങ്ങനെയുള്ള സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട്, ഡാറ്റ വാലിഡേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം എടുക്കാനും കൊടുക്കാനും അതിനുള്ള കുറെ കൺസ്ട്രെയിൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ആക്സസ്. അത് നമ്മുടെ സിലബസിൽ ഇല്ല, നമുക്ക് പഠിക്കാനില്ല. എന്നാലും അതെന്ത് ചെയ്യുക, അതൊന്ന് ആക്സസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നുള്ളത്. ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഏറ്റവും ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ആക്സസ് ഡാറ്റ മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. യെസ്, അപ്പൊ ഓക്കെ അല്ലേടാ? ഓക്കെ. ഇപ്പോ എന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു സ്ക്രീൻ കാണുന്നുണ്ടാവും, കാണുന്നില്ലേ? അത് നമ്മൾ അങ്ങനെയല്ല കാണിച്ചു തരിക, നമ്മളത് ഇങ്ങനെയാണ് കാണിച്ചു തരാം. യെസ്, ഇതാണ് അടുത്തൊരു 2 മാസത്തേക്ക് നമ്മുടെ ഒരു സ്ക്രീൻ. നമ്മൾ ഊണിലും ഉറക്കിലും സ്വപ്നങ്ങളിലൊക്കെ കാണേണ്ടത് ഈ ഓപ്ഷൻസ് ആയിരിക്കണം അടുത്തൊരു 2 മാസത്തേക്ക്. പിന്നെ നമ്മളിങ്ങനെ കണ്ട് ശീലായി ഒക്ടോബർ നവംബറിന്റെ പരീക്ഷ വരെ നമ്മുടെ ചിന്തകളിലെല്ലാം ഈ ഒരു സ്ക്രീനാണ് നിറയേണ്ടത്. യെസ്. അപ്പൊ ഇതിലുള്ള ടാബുകള്, ഇതിലുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ എന്റെ ആകെ അജണ്ട. അപ്പൊ നമ്മൾ ഓഫീസിനെ കുറിച്ച് പറഞ്ഞു, അതാരാ കണ്ടുപിടിച്ചത്, അതിന്റെ കാലഘട്ടം, അതിലുള്ളിലുള്ള സോഫ്റ്റ്വെയർസ്, ഓരോന്നും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളും നമ്മളിപ്പോ ഒരു ഓവർവ്യൂ തന്നു അല്ലെ? അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമുക്കിനി പഠിക്കാനുള്ള കാര്യം. ഇതിൽ മുകളിൽ കുറെ ടാബുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. യെസ്, ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസ് വരും അല്ലെ? ഇത് കാണുന്നില്ലേ? എന്റെ മൗസ് പോകുന്ന കാണുന്നില്ലേ? ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും താഴെയുള്ള ഓപ്ഷൻസ് ഇങ്ങനെ മാറും, ഈ ഓപ്ഷൻസ് മാറും, കാണുന്നില്ലേ? യെസ്, ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും എന്താണ്, ഇവിടെയുള്ള ഓപ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഹോം എന്ന് പറയുന്ന ഒരു ടാബ് എടുത്തു കഴിഞ്ഞാല് അതിൽ നോക്കിയേ, ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരാഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയധികം ഗ്രൂപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ അല്ലേ? യെസ്. പിന്നെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോ ഹോമിലാണ് ഇങ്ങനെ ഇൻസേർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, പേജ് ലേഔട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, യെസ്, മെയിലിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ, റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ, വ്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇനി ഹോം ടാബിൽ കുറെ ഗ്രൂപ്പുകൾ കണ്ടില്ലേ? യെസ്. ഈ ഹോം ടാബും ഇൻസേർട്ട് ടാബും പേജ് ലേഔട്ടും, ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കേട്ടോ. ഏതൊക്കെ? ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്.
ബാക്കിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. പക്ഷെ ഹോമും ഇൻസേർട്ടും പേജ് ലേഔട്ടും നമ്മൾ എന്ത് ചെയ്യണം, വളരെ വിശദമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോന്നും, ഇപ്പൊ ഞാൻ പറഞ്ഞു മുകളിൽ കുറച്ച് ടാബുകൾ ഉണ്ട്, താഴെ കുറെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോരോ നമ്മൾ ആ ലേഔട്ട് എടുക്കുന്ന സമയത്ത് എവിടെയൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെട്ടാലോ? ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, വേർഡില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത് റിബൺ എന്നുള്ളതാണ്. റിബൺ എന്താ റിബൺ എന്നറിയോ? യെസ്, മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ആൻഡ് വേർഡ് 2010 ഡോണ്ട് ഹാവ് ടൂൾ ബാർസ് ആൻഡ് കമാൻഡ് ബാർസ്. 2003 വേർഷൻസ് വരെ മെനൂസ് ആയിരുന്നു ഉണ്ടായിരുന്നു. മെനു, ഒരു മെനു എടുക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ വരും, ഒരു അടുത്ത മെനു എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയായിരുന്നു 2003 വരെ ഉണ്ടായിരുന്നത്. പക്ഷെ 2007 ഓൺവാർഡ്സ് എന്തായി, ടൂൾ ബാറുകൾ മാറിയിട്ട് റിബൺസ് ആയി മാറി കേട്ടോ. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. യെസ്, 2003 മുതലേ എന്ത് മാറി, ടൂൾ ബാറുകൾ മാറിയിട്ട് എന്തായി മാറി, റിബൺസ് ആയിട്ട് മാറി. റിബൺസ് ക്ലിയർ ആണോ? യെസ്, അപ്പോ മെനു എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ ഇല്ല കേട്ടോ. ടൂൾ ബാർ, മെനു എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് 2003 ആണ്, അത് നമ്മുടെ സിലബസിൽ ഇല്ല കേട്ടോ. മെനു അതല്ലെങ്കിൽ ടൂൾ ബാർ ഇതെല്ലാം മാറിയിട്ട് എന്തായി മാറി, മെനൂസും ടൂൾ ബാർസും ഒക്കെ മാറിയിട്ട് റിബൺസ് ആയി മാറി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, എന്താണ് ഈ റിബൺ? യെസ്, റിബൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തെയാണ്. അതായത് നമ്മൾ ഹോം എന്ന് പറയുന്ന ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഇങ്ങനെ ആയിട്ട് വരില്ലേ? യെസ്, ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ റിബൺ എന്ന് വിളിക്കുക. ഓരോ ടാബുകൾ എടുത്തു കഴിഞ്ഞാല് അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഇങ്ങനെ വലിപ്പത്തി വരും. അതാണ് ഈ റിബൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനു ആണെങ്കിലോ, മെനു ബാർ, ടൂൾ ബാർ ആണെങ്കിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ആയിട്ടായിരുന്നു വന്നിരുന്നത് പണ്ട് കാലത്ത്, 2003 വരെ കേട്ടോ. അത് മാറിയിട്ട് ഈ പറയുന്ന റിബൺ സിസ്റ്റം ആക്കി മാറ്റി എന്നുള്ളതാണ് 2007 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ മെനൂസ്, ടൂൾ ബാർസ്, ടൂൾ ബാർ മാറി, അപ്പൊ മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ടൂൾ ബാർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് എടുക്കുമ്പോ മെനൂസ് ആയിരുന്നു വന്നിരുന്നത്, അത് മാറിയിട്ട് റിബൺസ് ആയിട്ട് മാറി. ക്ലിയർ? അറ്റ് ദ ടോപ്പ് ഓഫ് ദി സ്ക്രീൻ വി ആർ ഫെമിലിയർ വിത്ത്, അതാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ടൂൾ ബാർ ഇൻ വേർഡ് 2007 വേർഡ് കണ്ടെയ്ൻസ് റിബൺസ്. ഇൻസ്റ്റെഡ് ഓഫ് ടൂൾ ബാർ, ടൂൾ ബാറിന് പകരമായിട്ട് എന്ത് വന്നു? റിബൺസ് വന്നു. റിബൺ ഈസ് എ 2-dimensional. The ribbon can display buttons and menus. Okay, menus are included. A small downward pointing, yes, downward pointing triangle. Okay, ഇത് 2-dimensional ആണ് എന്നാണ് പറയുന്നത്. ഓരോന്നും പഠിക്കുമ്പോൾ നമുക്കത് ചെയ്ത് കാണിച്ച് തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കിയേ നിങ്ങൾ, ഈ വേർഡ് എടുത്തു കഴിഞ്ഞാൽ 2-dimensional ആണ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കണ്ടില്ലേ, എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എക്സ് ആക്സിസും വൈ ആക്സിസും എന്നുള്ള രൂപത്തിലാണല്ലോ നമ്മൾ 2-dimensional എന്ന് പറയാ അല്ലെ. അപ്പൊ നമ്മൾ ഹോം ടാബ് എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, യെസ്, ഇങ്ങനെയും ഡാറ്റാസ് ഉണ്ടാവും. യെസ്, അതേപോലെ തന്നെ നമുക്ക് എന്താണ്, യെസ്, ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ കുത്തനെ ഉണ്ടാവും. ഓക്കെ, അതായത് ഡാറ്റ ഇതിനകത്തുള്ള ബട്ടൺസും മെനൂസും വിലങ്ങനെ ഉണ്ടാവും, ഹൊറിസോണ്ടലി ഉണ്ടാവും, അതുപോലെ തന്നെ വെർട്ടിക്കലി ഉണ്ടാവും. അപ്പോ എക്സ് ആക്സിസിലും ഉണ്ട്, വൈ ആക്സിസിലും ഉണ്ട് ഡാറ്റാസ്. അതുകൊണ്ടാണ് 2-dimensional ആണ്. റിബൺസ് ആർ 2-dimensional എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഞാനൊന്നും കൂടി ക്ലിയർ ആയില്ലെങ്കിൽ ഇപ്പൊ എഡിറ്റിംഗ് എടുത്ത് നോക്കിയേ. ഇവിടെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഫൈൻഡ്, റീപ്ലേസ്, ഏറ്റവും അവസാനം കണ്ടോ എഡിറ്റിംഗ് കണ്ടോ? യെസ്, ഫൈൻഡ്, റീപ്ലേസ് ഒക്കെ കണ്ടോ നിങ്ങൾ? ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് കണ്ടില്ലേ? ഇത് ഇങ്ങനെ കുത്തനെയാണ് അല്ലെ, വെർട്ടിക്കലി ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നോക്കിയേ, സ്റ്റൈലുകൾ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഹൊറിസോണ്ടലി അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഓരോന്ന് ഇങ്ങനെ ഹൊറിസോണ്ടലി വിലങ്ങനെയാണുള്ളത്. അപ്പൊ ഇവിടെ പിന്നെ എന്താ പറയാ, അലൈൻമെന്റ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഹൊറിസോണ്ടലി ആണ് കാണുന്നത്. യെസ്, എന്നാൽ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ നമുക്ക് വെർട്ടിക്കലി നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഹൊറിസോണ്ടലിയും ഓപ്ഷൻ ഉണ്ട്, വെർട്ടിക്കലിയും ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് 2-dimensional ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. റിബണിലുള്ള ബട്ടൺസും മെനൂസും ഓക്കെ. യെസ്, എന്താന്ന് പറയാൻ സാധിക്കും? 2-dimensional ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ആ പോയിന്റുകൾ PSCയുടെ ആസ്പെക്റ്റിലുള്ള പോയിന്റുകളുടെ രൂപത്തിൽ പഠിക്കുമ്പോഴാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, 2007 മുതൽ ടൂൾ ബാർ ഇല്ല,
മെനു ബാർ ഇല്ല, നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, റിബൺസ് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ടോപ്പ് ഓഫ് ദി സ്ക്രീൻ ദാറ്റ് വി ആർ ഫെമിലിയർ വിത്ത്. ടോപ്പിലാണ് റിബൺസ് കാണപ്പെടുന്നത്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ടൂൾ ബാർ ഇൻ വേർഡ് 2007 വിൻഡോസ് കണ്ടെയ്ൻസ് റിബൺസ്. ഓക്കെ, റിബൺസ് ആണ് കാണപ്പെടുന്നത്. റിബൺ ഈസ് എ 2 dimensional. റിബൺ 2 dimensional ആണ്. റിബൺ ക്യാൻ അപ്ലൈ ബട്ടൺസ് ആൻഡ് മെനൂസ്. ഓക്കെ, റിബണിനുള്ളിലാണ് ഓരോ റിബൺ എടുക്കുമ്പോഴുമാണ് ബട്ടൺസും ഈ പറയുന്ന മെനൂസ് ഒക്കെ വരുന്നത്. മെനൂസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ എ സ്മോൾ ഡൗൺവേർഡ് ട്രയാങ്കിൾ, പോയിന്റിംഗ് ട്രയാങ്കിൾ. ഓക്കെ, അത് ഞാനിപ്പോ ചെയ്ത് കാണിക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 2 dimensional വരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ അത് കാണിക്കാം. യെസ്, അപ്പൊ ഇത് നോക്കി, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നോക്കിയേ നിങ്ങള്. യെസ്, ഏറ്റവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ പല ടാബുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ കണ്ടോ നിങ്ങള്. ഇതാണ് ഈ ഹോം എന്നെഴുതിയ, ഇൻസേർട്ട് എന്നെഴുതിയ, പേജ് ലേഔട്ട് എന്നെഴുതിയ, റഫറൻസ് എന്നെഴുതിയ, മെയിലിംഗ്സ് എന്നെഴുതിയ, റിവ്യൂ എന്നെഴുതിയ, വ്യൂ എന്നെഴുതിയ 7 ടാബുകളാണ് വേർഡിലുള്ളത്. 7 ടാബ്സ്, 7 ടാബുകൾ. ആ 7 ടാബുകളുടെ പേര് പഠിക്കണോന്നൊന്നും ആരും കമന്റ് ചെയ്യരുത് കേട്ടോ. നിർബന്ധമായിട്ടും പഠിക്കണം. യെസ്, ചിലർ അങ്ങനെയൊക്കെ ചോദിക്കും. കുറെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിക്കണോ? മടിയുള്ളവർക്ക് ഇനി വിജയമില്ല എന്നുള്ളതാണ് PSC സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടോ. അപ്പൊ ഈ 7 ടാബുകൾ ഏതൊക്കെയാണ്? ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട്, റഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ ആൻഡ് വ്യൂ. ചിലര് ഹിപ്പ്, RM ആൻഡ് RV എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. ഹിപ്പ്, RM ആൻഡ് RV. യെസ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പഠിക്കാം. 7 ടാബുകളാണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്. പിന്നെ ചില ടാബുകൾ അഡീഷണൽ ടാബുകളായിട്ട് വരും. കോണ്ടെക്സ്റ്റുവൽ ടാബുകൾ എന്നാണ് അതിനെ വിളിക്കുക. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. ബൈ ഡിഫോൾട്ട് 7 ടാബുകളാണുള്ളത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ആ ടാബുകൾ ഓരോന്നെടുക്കുമ്പോഴും താഴെ ഇങ്ങനെ ഓപ്ഷൻസ് മാറുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ താഴെയുള്ള ടോട്ടൽ, ആ ടാബ് അടക്കമുള്ള ടോട്ടൽ പെട്ടിക്കോളത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിബൺ എന്ന് വിളിക്കുന്നത്. ആ ഒരു ടോട്ടൽ ബോക്സിനെ റിബൺ. ഓക്കെ, അപ്പോ റിബണിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഈ 7 ടാബുകൾ ഉള്ളത്. ഓരോ ടാബുകൾ എടുക്കുന്നതിനനുസരിച്ചും എന്താണ്, യെസ്, താഴെയുള്ള ഓപ്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ റിബൺ ടോട്ടൽ, അതിനുള്ളിൽ 7 ടാബുകൾ ഉണ്ട്. ഓരോ ടാബുകൾ എടുക്കുമ്പോഴും താഴെയുള്ള ഓപ്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് നിങ്ങൾ ആണെന്ന് പറയണേ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഹലോ 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 ഹലോ, ഉറങ്ങുന്നുണ്ടോ? കിട്ടുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഇനി ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാല്, യെസ്, ഇവിടെ നോക്കിയേ നിങ്ങള്, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ക്ലിപ്പ് ബോർഡ് ഇവിടെ. അത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഫോണ്ട് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നോക്കിയേ, പാരഗ്രാഫ് എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. സ്റ്റൈൽ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. സ്റ്റൈൽ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. എഡിറ്റിംഗ് എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ, ഇത് ഏത് ടാബ് എടുക്കുമ്പോഴാണ്, ഹോം ടാബ് എടുക്കുമ്പോഴാണ് കേട്ടോ. ഹോം എന്ന് പറയുന്ന ടാബ് എടുക്കുന്ന സമയത്താണ്, ക്ലിപ്പ് ബോർഡും ഫോണ്ടും പാരഗ്രാഫും സ്റ്റൈലും എഡിറ്റിംഗ് എന്ന് പറയുന്ന 5 ഗ്രൂപ്പുകൾ ഇവിടെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ഇതേപോലെ ഓരോരോ ടാബുകൾ എടുക്കുമ്പോൾ, ഇൻസേർട്ട് എടുക്കുമ്പോൾ ഗ്രൂപ്പ് വേറെയാണ്, പേജ് ലേഔട്ട് എടുക്കുമ്പോൾ ഗ്രൂപ്പ് വേറെയാണ്, റെഫറൻസ് എടുക്കുമ്പോൾ ഗ്രൂപ്പ് വേറെയാണ്, മെയിലിംഗ് എടുക്കുമ്പോൾ ഗ്രൂപ്പ് വേറെയാണ്, റിവ്യൂ എടുക്കുമ്പോൾ ഗ്രൂപ്പ് വേറെയാണ്, വ്യൂ എടുക്കുമ്പോൾ ഗ്രൂപ്പ് വേറെയാണ്. ഓരോ ടാബ് എടുക്കുമ്പോഴും വേറെ വേറെ ഗ്രൂപ്പുകളായിരിക്കും വരിക. എണ്ണവും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ 5 എണ്ണാണ് കേട്ടോ. ഓക്കെ, യെസ്, ഇൻസേർട്ട് എടുക്കുമ്പോഴും, പേജ് ലേഔട്ട് എടുക്കുമ്പോഴും, റെഫറൻസ് എടുക്കുമ്പോഴും, മെയിലിംഗ് എടുക്കുമ്പോഴും, റിവ്യൂ വ്യൂ എടുക്കുമ്പോഴും ഒക്കെ 5 എണ്ണാണെന്നില്ല. ഓക്കെ, മാറ്റം ഉണ്ടാവും. അത് ഓരോന്ന് എടുക്കുമ്പോഴും ഓരോന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ ബോക്സിനെ റിബൺ എന്ന് വിളിക്കുന്നു. അതിനുള്ളിൽ 7 ടാബുകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ ടാബ് ഹോം ആണ്. ബൈ ഡിഫോൾട്ട് ആയിട്ട്, എന്താ ബൈ ഡിഫോൾട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം? അതിന് ക്ലാസ്സിൽ ഞാൻ ഇനി ഒരുപാട് തവണ, ഈ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു 100 തവണയെങ്കിലും നമ്മൾ ഉപയോഗിക്കും ബൈ ഡിഫോൾട്ട്. എന്താ അതിന്റെ മീനിങ്? എന്താ
ബൈ ഡിഫോൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മനാ അവൻ അങ്ങനെയാണെന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് ബൈ ഡിഫോൾട്ട് കേട്ടോ. വേർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോ തന്നെ അങ്ങനെയാണ്. എന്തേ, ആദ്യം സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഏതായിരിക്കും? ഇൻസേർട്ടോ പേജ് ലേഔട്ടോ റെഫറൻസോ മെയിലിംഗ് ഒന്നുമല്ല, ഹോം ആയിരിക്കും ബൈ ഡിഫോൾട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ബൈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും, അത് തുറക്കുമ്പോൾ തന്നെ അതായിരിക്കും ഉണ്ടാവും. അപ്പൊ ഹോം ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ടാബ്. അതിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഗ്രൂപ്പുകളാണ്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈല്, എഡിറ്റിംഗ്. നിങ്ങൾ എഴുതുന്നുണ്ടോ? ഇത് എഴുതുന്നുണ്ടോ? വരയ്ക്കുന്നുണ്ടോ? വരച്ചാൽ നല്ലതാണേ. യെസ്, PDF ഉണ്ടാവും, PDF നോക്കി പഠിക്കാം. 1 മാസം 2 മാസം ഒക്കെ അങ്ങനെ നടക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ PDF ഒക്കെ ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു നോട്ട് വാങ്ങി വൃത്തിയായിട്ട് വേർഡിന്റെ ഒക്കെ നോട്ടുകൾ എഴുതി പഠിച്ചു പോയാൽ നല്ലതാണ് കേട്ടോ. ബാക്കി നിങ്ങളെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടടാ. യെസ്, നിങ്ങൾ പാവങ്ങളാണോ? കമന്റ് ബോക്സിൽ ഒന്നും കമന്റ് കാണുന്നില്ലല്ലോ. ചില ബാച്ചിലൊക്കെ കയറി കഴിഞ്ഞാൽ ചറ പറ പറ പറന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ മീൻസ് കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? നോട്ടുണ്ട്, വെരി ഗുഡ്. നോട്ട് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, യെസ്. ശുദ്ധ പാവം, കണ്ടറിയാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് മെനൂസ് മാറി, ടൂൾ ബാർ മാറി, റിബൺസ് ആയി. എത്ര റിബൺ ഉണ്ട് ബൈ ഡിഫോൾട്ട്? 7. എത്ര റിബൺ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ റിബൺ ആണ്. എത്ര ടാബ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ടാബാണ്. ഓരോ ടാബ് എടുക്കുമ്പോഴും ഗ്രൂപ്പിന്റെ എണ്ണം മാറും. ഹോം ടാബ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് അവിടെ സെലക്ട് ചെയ്ത് വെക്കുക. ഹോമിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണമാണ്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ് കേട്ടോ. യെസ്, ഇനി ബാക്കി നമ്മൾ കാണാത്ത ഏതാ? ടൈറ്റിൽ ബാർ. കണ്ടോ, ആ ഡോക്യുമെന്റിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് ടൈറ്റിൽ ബാർ. നെയിം ഓഫ് ദി ഡോക്യുമെന്റ് ഷുഡ് ബി പ്രസന്റ് ഇൻ ഡാഷ്. PSC ചോദിച്ചൊരു ചോദ്യമാണ്. എവിടെയാണ്? ടൈറ്റിൽ ബാറിലാണ് പേര് കാണുക. മനസ്സിലായില്ലേ? യെസ്, ഓക്കെ. ടൈറ്റിൽ ബാറിലാണ് അതിന്റെ പേര് കാണാം കേട്ടോ. അപ്പൊ ഒരു ഡോക്യുമെന്റിന്റെ പേര് എവിടെയാ കാണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ബാറിൽ. ഓക്കെ, എത്ര ടാബ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ടാബ്. ഓരോ ടാബിലും എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം ഏത് ടാബ് ആണെന്ന് കണ്ടാലേ അതിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ക്ലിയർ ആയി, റിബൺ ക്ലിയർ ആയി, ടാബ് ക്ലിയർ ആയി, ടൈറ്റിൽ ബാർ ക്ലിയർ ആയി. ക്ലിയർ ആയില്ലേ? യെസ്. പിന്നെ ഇതിന്റെ കോർണറിൽ ഇവിടെ ഒരു വട്ടത്തിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനെ ഓഫീസ് ബട്ടൺ എന്നാണ് വിളിക്കുക. ഓഫീസ് ബട്ടൺ എന്താണ്? ഓഫീസ് ബട്ടൺ. കുറച്ച് ബേസിക് ആയിട്ടുള്ള സേവ്, ഓപ്പൺ, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കമാൻഡ്സ് ഒക്കെ അവിടെ ഉണ്ട്. അതിന് ഓഫീസ് ബട്ടൺ കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഈ കോർണർ ഉള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് ബട്ടൺ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇതിന് തൊട്ട് മുകളിലായിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ? നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് എന്ത്? അൺഡു റീഡു അല്ലെ? ഏറ്റവും കൂടുതൽ വേണ്ടതല്ലേ നമുക്ക് അൺഡു റീഡു? ആ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏതുള്ളത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉള്ളത്. യെസ്, ഏത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ, ഇനിയിപ്പോ എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? എടുത്ത് ചെയ്ത് കാണിക്കാം. പലതും നിങ്ങൾ എന്നെ വിശ്വസിക്കണം കേട്ടോ ഇവിടെ ചെയ്ത് കാണിക്കുന്ന സമയത്ത്. അപ്പൊ ഇതാണടാ നമ്മുടെ പരിപാടി. ഇവിടെ കണ്ടില്ലേ നിങ്ങള്? യെസ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്. ഓരോന്ന് എടുക്കുമ്പോഴും ഗ്രൂപ്പ് മാറുന്ന കണ്ടില്ലേ? ഗ്രൂപ്പ് മാറുന്ന കണ്ടില്ലേ കേട്ടോ? യെസ്, അപ്പൊ അത് അങ്ങനെയുണ്ട്. ഓക്കെ, നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സേവ്, അതുപോലെ തന്നെ ഓപ്പൺ. ഏതാണ് വേണ്ടത്? ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അൺഡു, റീഡു, ഇങ്ങനെയുള്ള നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോരുത്തരുടെ അത്യാവശ്യം ഓരോന്നായിരിക്കും അല്ലെ? എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ അത്യാവശ്യങ്ങൾ. അപ്പൊ നമുക്ക് ഏറ്റവും അധികം വേണ്ട കാര്യങ്ങൾ, പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സേവ് ആസ് അവിടെ ഉണ്ടാവില്ല, സേവ് ഉണ്ടാവും അല്ലെ? കാരണം എന്താ? സേവാസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെപ്പോഴും വേണ്ടതല്ല. ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സേവാസിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സേവ് ആണ്. അപ്പൊ അതുകൊണ്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഇതിൽ 8 ഓപ്ഷൻ ഉണ്ട്. ഡെവലപ്പർ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ടാബ് ആണ്. യെസ്, അത് എന്റെ വേർഷൻ, ഒറിജിനൽ വേർഷൻ ആയതുകൊണ്ട് ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ടാബ് കൂടി അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബൈ ഡിഫോൾട്ട് 7 ടാബ് ആണ്. ഓക്കെ, ഒറിജിനൽ വേർഷനിൽ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ടാബും കൂടി എക്സ്ട്രാ വരും കേട്ടോ.
എണ്ണി നോക്കിയില്ലേ കുജുകിളൻ. അപ്പൊ ഡെവലപ്പർ ടാബ് അവിടെ എന്താണ് ഒറിജിനൽ വേർഷൻസിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ എന്താണ് നമ്മൾ ഇൻസേർട്ട് എടുത്തിട്ട് ഇപ്പൊ ഏതെങ്കിലും സ്മാർട്ട് ആർട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ രണ്ട് ടാബും കൂടി ഒക്കെ അഡീഷണൽ വരും. കണ്ടോ നിങ്ങൾ ഡിസൈൻ ഫോർമാറ്റ് അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പഠിക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് എക്സ്ട്രാ ടാബുകൾ വരും. നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ഒക്കെ സെലക്ട് ചെയ്ത് ഡിസൈൻ ടാബ്, ഫോർമാറ്റ് ടാബ് അങ്ങനെയുള്ള ടാബുകൾ എക്സ്ട്രാ വരും. അതിനെ കോണ്ടെക്സ്റ്റുവൽ ടാബ് എന്നാണ് പറയുക. ഡെവലപ്പർ ടാബ് ഒറിജിനൽ വേർഷനിലെ ഡെവലപ്പർ ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഡിസൈൻ ടാബ്, ഫോർമാറ്റ് ടാബ് ഇതൊക്കെ അഡീഷണലി വരുന്നതാണ്. ഇതൊന്നും ഇപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ 7 ടാബുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ പഠിക്കുന്നത് കേട്ടോ. 7 ടാബുകളാണ് നമ്മൾ പഠിക്കുന്നത്. അഡീഷണൽ ടാബുകളെ കോണ്ടെക്സ്റ്റുവൽ ടാബ് എന്നാണ് വിളിക്കുക എന്ന കാര്യം എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഹോം എടുത്തു കഴിഞ്ഞാൽ നോക്കി അവിടെ ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. കിട്ടിയോ? ഓക്കെ. അപ്പോ ഇവിടെ മുകളിൽ ഇവിടെ കണ്ടില്ലേ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിയ ന്യൂ, ഓപ്പൺ, സേവ്, സേവാസ്, പ്രിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഓഫീസ് ബട്ടൺ അവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്ന് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഓവർവ്യൂ മാത്രം തന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോ നമ്മള് നമ്മുടെ സ്ലൈഡിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു പേജ് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ, നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ലക്ഷ്യം. ഈ പേജിൽ ഇപ്പൊ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ധാരണയായോ? ലെഫ്റ്റ് സൈഡിൽ കോർണറിലുള്ളത് ഓഫീസ് ബട്ടൺ, സേവ്, സേവാസ്, ഓപ്പൺ, പബ്ലിഷ്, ഇമെയിൽ എന്നൊക്കെ പറഞ്ഞ കുറെ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ബാറാണ്, ടൂൾ ബാറാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആ മുകളിലുള്ളത്. പിന്നെ ആ ബോക്സിനെ ടോട്ടലി റിബൺ എന്ന് വിളിക്കും. അതിനുള്ളിൽ 7 ടാബുകൾ ഉണ്ട്. ഓരോ ടാബ് എടുത്തു കഴിഞ്ഞാലും ഗ്രൂപ്പുകൾ ഉണ്ട്. ഹോം ടാബ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരിക. ഹോം ടാബിൽ 5 ഗ്രൂപ്പുകൾ ഉണ്ട്. പേര് എഴുതി വെച്ചിരിക്കുന്ന ബാറിനെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി ഇതിനകത്ത് ഒരെണ്ണം മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല. അതേതാ? ഒരെണ്ണം മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല. ഡയലോഗ് ബോക്സ് ലോഞ്ചർ കണ്ടോ നിങ്ങൾ ഇവിടെ? ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഇതൊക്കെ നിങ്ങൾ പഠിച്ചവരാണ്. ഞാനിത് നിങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പച്ച വെള്ളം പോലെ പഠിച്ച് സെറ്റായ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ബോർ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും തുടക്കക്കാരുണ്ട്, മറന്നുപോയവരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇതെന്താ ഡയലോഗ് ബോക്സ് ലോഞ്ചർ? ഇവിടെ നോക്കിയേ, റിബൺ ഈസ് ഡിവൈഡഡ് ഇൻ ടു ടാബ്സ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇൻ വേർഡ് 2007 7 ടാബ്സ് ഡിസ്പ്ലേ ബൈ ഡിഫോൾട്ട് സച്ച് ആസ് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിൽ. 7 ടാബുകളാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ടാബ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഓക്കെ. ഹോം ടാബ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ഡിഫോൾട്ട്. ഞാൻ നേരത്തെ വാക്കുകൊണ്ട് പറഞ്ഞതൊക്കെ ഇപ്പൊ ഞാൻ എഴുതി സമർത്ഥിച്ചിരിക്കുകയാണ്. ബൈ ഡിഫോൾട്ട് ഉള്ള ടാബ് ഏതാണ്? ഹോം ടാബ് ആണ്. ക്ലിക്കിംഗ് വൺ ഓഫ് ദി അതർ ടാബ്സ് സച്ച് ആസ് ഇൻസേർട്ട്, ഡിസ്പ്ലേ, ടാബ്സ്, ബട്ടൺസ്. ഓക്കെ. ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ബട്ടൺസ് ആയിരിക്കും നമ്മൾ കാണിക്കുക. കോണ്ടെക്സ്റ്റുവൽ ടാബ് അപ്പിയർ ഓൺലി വെൻ സർട്ടൻ ഒബ്ജക്ട്സ് ആർ സെലക്ടഡ്. നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ഒബ്ജക്ട്സ് എടുക്കുമ്പോഴാണ് കോണ്ടെക്സ്റ്റുവൽ ടാബുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസൈനും ഫോർമാറ്റും പോലെയുള്ള അഡീഷണൽ ടാബുകൾ വരുന്നത് കേട്ടോ. ഈ പേജിൽ പറഞ്ഞതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഓക്കെ. അപ്പോ 7 ടാബുകളാണ്. ബൈ ഡിഫോൾട്ട് ഹോം ടാബ് ആണ്. ഹോം ടാബ് എടുത്തു കഴിഞ്ഞാൽ 5 ഗ്രൂപ്പുകൾ ഉണ്ട്. ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഡീഷണലി വരുന്ന ടാബുകളെയാണ് കോണ്ടെക്സ്റ്റൽ ടാബ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഡയലോഗ് ബോക്സ് ലോഞ്ചറും കൂടിയാണ് അല്ലെ. ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്കുള്ള ഒരു സംഭവാമി യുഗമാണ് ഈ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന് പറയുന്നത്. ഇതെന്താ സംഭവം എന്നറിയോ? Related but less common command are not presented as buttons in a group. Instead, they are available in the dialog box, which you can display by clicking the dialog box launcher at the right end of the group title bar. ഓരോ ഗ്രൂപ്പിലും ഒരുപാട് മെനൂസും ബട്ടൺസും ഉണ്ട്. നിങ്ങൾ കണ്ടതാണ് നേരത്തെ അല്ലെ. ഓരോന്നും വിശദമായിട്ട് കണ്ടില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾ കണ്ടതാണ് അല്ലെ. ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഗ്രൂപ്പ് ഫോണ്ടിന്റെ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലേ? ഫോണ്ടിന്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് നമുക്ക് എന്താണ് ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബോൾഡ് ആക്കാനും ഇറ്റാലിക് ആക്കാനും അണ്ടർലൈൻ ആക്കാനും സബ്സ്ക്രിപ്റ്റ് ചെയ്യാനും സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കുറെ. പക്ഷെ ഇതിൽ തികയില്ല. ഇതില് തികയാത്ത കാര്യങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ലോഞ്ചർ കൊണ്ട് വെക്കൂടാ. റൈറ്റ് സൈഡിൽ താഴെ അതൊരു ചോദ്യമായിരുന്നു. മുകളിൽ
മുകളിൽ ലെഫ്റ്റ് സൈഡിലാണ്, മുകളിൽ റൈറ്റ് സൈഡിലാണ്, താഴെ ലെഫ്റ്റ് സൈഡിലാണ്, താഴെ റൈറ്റ് സൈഡിലാണ്. എവിടെയാണ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്നുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. യെസ്, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. വെറുതെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് 50 മാർക്കൊക്കെ കിട്ടുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോ. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാം ആയി, കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 80 കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെ ഈ 50 കിട്ടാൻ ഒരു പണിയില്ല. പരീക്ഷയിൽ 50 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 10 ദിവസത്തെ പഠനം മതി. പക്ഷെ 80ലേക്ക് എത്താനാണ് പണി. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെയുള്ള ഈ കോർണറിലുള്ള ഈ ഒരു ഡിങ്കോൾഫില്ലേ, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇവിടെ തികയാത്ത കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ ബോക്സിനെയാണ് ഡയലോഗ് ബോക്സ്. ഈ ഒരു പിന്നെന്താ പറയാ, ഈ ഒരു ഡയലോഗ് ബോക്സിലേക്കുള്ള ഒരു ലോഞ്ചർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആരോ മാർക്ക് കേട്ടോ. അത് എല്ലാ ഗ്രൂപ്പിനും ഉണ്ടാവണമെന്നില്ല. അഡീഷണലി ടാബുകൾ ഉണ്ടെങ്കിൽ, അവിടെ തികയാത്ത ടാബുകൾ ഉണ്ടെങ്കിലാണ് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഈ ഡയലോഗ് ബോക്സ് അവിടെ ലോഞ്ച് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, യെസ്, ഇതൊന്നും ഇപ്പൊ പഠിക്കണ്ട. ഇത് ജസ്റ്റ് ഇതിന്റെ ലേഔട്ടും കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? യെസ്. അപ്പോ ഇനി ഈ സ്ലൈഡിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് സ്ലൈഡ് മൊത്തത്തില് ഓക്കെ, യെസ്, തികയാതെ വരുന്ന സാഹചര്യത്തിൽ റൈറ്റ് സൈഡിലെ കോർണറുള്ള ഇതാണ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി മിനി ടൂൾ ബാർ. ഇറ്റ് ഈസ് എ സ്മോൾ ടൂൾ ബാർ വിത്ത് ബേസിക് ഫോർമാറ്റിംഗ് കമാൻഡ്സ് that appears when the document editing area. Some buttons names are displayed and some aren't. Pausing the mouse pointer over any button for a few seconds called hovering display the screen tip with not only the button's name but also the function. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ് ഇവിടെ പറയേണ്ടത്. ഈ പേജിൽ നിന്ന് 2 കാര്യങ്ങൾ. വാട്ട് ഈസ് ഹോവറിംഗ്, വാട്ട് ഈസ് അല്ലെങ്കിൽ വേർ വി ക്യാൻ ഫൈൻഡ് ദി സ്മോൾ ടൂൾ ബാർ ബോക്സ്, അറിയോ? ഓക്കെ, യെസ്. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നമുക്കൊരു ഏറ്റവും അത്യാവശ്യം വേണ്ട ടൂൾ ബാറുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൂൾ ബാർ നമുക്ക് എഡിറ്റിംഗ് ഏരിയയിൽ കിട്ടും എന്നുള്ളതാണ് ആ ഫസ്റ്റ് പോയിന്റിൽ ഉള്ളത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തേ വെറുതെ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ മതി. നമ്മളിപ്പോ ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു ടൂൾ ബാറിൽ കിട്ടും. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ടൂൾ ബാറിൽ കിട്ടും. അതാണ് മിനി ടൂൾ ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോഴാണ് മിനി ടൂൾ ബാർ കിട്ടുക കേട്ടോ. പിന്നെ ഹോവറിംഗ് എന്താണെന്നറിയോ? ഹോവറിംഗ് പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ മൗസ് കൊണ്ട് എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. എന്റെ മൗസ് ഇപ്പൊ ഇവിടെയാണേ, പോവാണേ. 1 2 3 സ്റ്റാർട്ട്. പോകുന്നുണ്ടേ. പോയി. യെസ്, ഇവിടെ കൊണ്ട് വെച്ചു ഞാൻ. കണ്ടോ, മൗസ് ടിപ്പ് വരുന്ന സ്ഥലത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന് തത്തുല്യമായിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കൂലേ? മൗസ് ടിപ്പ് കൊണ്ട് വെക്കുന്ന സ്ഥലത്ത് അതിന്റെ ഫങ്ഷൻസും ഫീച്ചേഴ്സും ഇങ്ങനെ വരില്ലേ? ആ ഒരു ഫീച്ചറിനെയാണ് മൗസ് ഹോവറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചിലർക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും അല്ലെ? യെസ്, അത് തന്നെ. സ്മോൾ ഇൻഫർമേഷൻ അബൌട്ട് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെനു. ഓക്കെ, ഒരു മെനുവിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു മൗസ് ടിപ്പിൽ. അതാണ് മൗസ് ഹോവറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൗസ് ഹോവറിംഗ് അത് എല്ലാത്തിനും ഒന്നും ഉണ്ടാവില്ല, അത്യാവശ്യം വേണ്ടതിനൊക്കെ അത് ഉണ്ടാവും അല്ലെ? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? ലൈൻ സ്പേസിംഗ് ആണ്. ചേഞ്ച് ദ സ്പേസിംഗ് ലൈൻ ഓഫ് ടെക്സ്റ്റ്. യു ക്യാൻ കസ്റ്റമൈസ് ദി എമൗണ്ട് ഓഫ് സ്പേസ് ആഡഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി പാരഗ്രാഫ്. അതാണ് ലൈൻ സ്പേസിംഗ് കൊണ്ട് വെക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഹോവറിംഗ്. ആ ഒരു ഫീച്ചറിനെയാണ് മൗസ് കൊണ്ട് വെക്കുമ്പോൾ അങ്ങനെ വരുന്ന ഫീച്ചറിനെയാണ് ഹോവറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എഡിറ്റിംഗ് ഏരിയയിൽ നമുക്ക് മിനി ടൂൾ ബാർ കാണാൻ സാധിക്കും. മൗസ് കൊണ്ട് വെക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സും ഫംഗ്ഷൻസും കാണാൻ സാധിക്കും. അതാണ് സ്ക്രീൻ ടിപ്പിൽ വരുന്ന ആ ഒരു ഓപ്ഷനെയാണ് ഹോവറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫ്യൂ സെക്കൻഡ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം അവിടെ നിൽക്കൊന്നുമില്ല. നമ്മൾ മൗസ് മാറ്റിയാൽ പോവും, അതല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ് പോവും. ഓക്കെ, അപ്പോ ആ കാര്യങ്ങൾ പഠിക്കുക. ഈ ഒരു പേജ് മനസ്സിൽ കൊണ്ട് ഉറങ്ങുക. ഈ ഒരു പേജ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഏത് സമയത്തും നമുക്ക് ആവശ്യമുള്ളതാണ്. യെസ്, എന്താണ് റിബൺ?
ടൂൾ ബാർ മാറി, മെനൂസ് മാറി, ടോട്ടൽ ഓരോന്ന് ടാബ് എടുക്കുമ്പോഴും ടോട്ടൽ ഫങ്ഷൻസ് വരുന്ന ആ ഒരു ടോട്ടൽ ഫീച്ചറിനെയാണ് റിബൺ എന്ന് പറയുന്നത്. ഓരോ റിബണിലും ഒരുപാട് ടാബുകൾ ഉണ്ടാവും. ബൈ ഡിഫോൾട്ട് 7 ടാബുകളാണുള്ളത്. അതിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഹോം ടാബ് ആണ്. ഓരോ ടാബ് എടുക്കുമ്പോഴും അതിൽ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ഓഫീസ് ബട്ടൺ ആണ്. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ അവിടെ മുകളിലുണ്ട്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ്, തികയാത്ത ഓപ്ഷൻസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ആ ഫയലിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ ബാറിലായിരിക്കും എന്ന കാര്യവും ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എത്ര ടാബ് ആണ് ബൈ ഡിഫോൾട്ട് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ടാബ് ആണ് ബൈ ഡിഫോൾട്ട് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. എത്ര ടാബ് ആണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്? 7 ടാബുകളാണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്. പക്ഷെ നമ്മളെ ഡെവലപ്പർ ടാബ്, പിന്നെ അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റൽ ടാബുകളൊക്കെ അഡീഷണലി വരും. പക്ഷെ 7 ടാബാണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്. ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ടാബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ടാബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം ടാബ് ആണ്. ഹോം ടാബിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് നോക്കി പറയാം. ഹോം ടാബിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം ടാബില് 5 ഗ്രൂപ്പാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും അല്ലെ. ഒരു ഗ്രൂപ്പിലുള്ള മെനൂസ് സെലക്ട് ചെയ്ത് തീർന്നില്ലെങ്കിൽ എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് എവിടെ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഡയലോഗ് ബോക്സ് ലോഞ്ചർ അല്ലെ. അതിനുള്ളിൽ ഒരു ആരോ മാർക്ക് ഉണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഓഫീസ് എന്ന് പറയുന്ന ബട്ടൺ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഏത് സൈഡിലാണ്? ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് ബട്ടൺ ലെഫ്റ്റ് സൈഡിലാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, റിബൺ എന്ന് പറയുന്നത് 1 ഡയമെൻഷനിൽ ആണോ 2 ഡയമെൻഷനിൽ ആണോ 3 ഡയമെൻഷനിൽ ആണോ റിബൺ? 2 ഡയമെൻഷനിലാണ് അല്ലെ. ആരാണ് മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടുപിടിച്ചത്? മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടുപിടിച്ചത് ചാൾസ് സിമോണി ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം അല്ലെ. എന്നാൽ വിൻഡോസ് സിസ്റ്റത്തിൽ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വേർഷൻസ് ഇറങ്ങി തുടങ്ങിയത് ഏത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസിന്റെ വേർഷനിൽ 1989 എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ഇനി ഒരു ഡോക്യുമെന്റിന്റെ പേര് കാണുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് എന്ത് വിളിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റിന്റെ നെയിം എവിടെയാ മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ബാറിലാണ് എന്ന പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ടൂൾ ബാർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് പേര് വിളിക്കാം? മിനി ടൂൾ ബാർ എന്ന് വിളിക്കാം അല്ലെ. നമ്മളെ സ്ക്രീൻ ടിപ്പില് ഒരു ഫംഗ്ഷനെ ഒരു പിന്നെ മെനൂസിനെ കുറിച്ചുള്ള ഒരു ബട്ടനെ കുറിച്ചുള്ള ഫംഗ്ഷൻസും ഫീച്ചേഴ്സും എടുത്തു കാണിക്കുന്ന ആ ഫീച്ചറിനെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതിനെ ഹോവറിംഗ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന കാര്യവും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓർ സിസ്റ്റം സോഫ്റ്റ്വെയർ? It's a application software അല്ലെ. ഇനി മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ? യെസ്, അതൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് എന്ന കാര്യവും ഓർത്തു വെക്കാം. ഓക്കെ, യെസ്, അപ്പോ തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ പതിയെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേ. പക്കയാണെങ്കിൽ സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്നൊന്ന് കമന്റ് ചെയ്തേ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ ആണോ? ഓക്കെ, അപ്പൊ ഇതുപോലെ ആയിരിക്കും ക്ലാസ്സിന്റെ ഇടയിൽ നമ്മൾ വേറെ സംസാരങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോവില്ല. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കാരണം നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യില്ല. ക്ലാസ് പക്ക പിന്നെ ആ രൂപത്തില് പിന്നെന്താ പറയും, നമ്മൾ ഇടതടവില്ലാതെ അങ്ങനെ പോവും. അപ്പൊ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്, അപ്പോ ആൻസർ എല്ലാം പറഞ്ഞു അല്ലെ. ആൻസർ എല്ലാം പറഞ്ഞെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അതിന്റെ സന്തോഷം എനിക്കാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ് ശ്രദ്ധിക്കണേ. അടുത്ത ക്ലാസ് നമുക്ക് വെനസ്ഡേ ആണ്. ഏത്? വേർഡിന്റെ ക്ലാസ്. നാളെ നിങ്ങൾക്ക് മലയാളത്തിന്റെ ക്ലാസ് മറ്റൊക്കെ ഉണ്ടാവും. അടുത്ത ക്ലാസ് ഇതിന്റെ ബാക്കിയായിട്ടുള്ള ക്ലാസ് വെനസ്ഡേ ആണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ച് എന്താ പറയാ രസകരമായിട്ട്
ഇൻസേർട്ട് ടാബിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇൻസേർട്ട് ടാബ് മുതലാണ് നമ്മുടെ ക്ലാസ്, അടുത്ത ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസേർട്ട് ടാബ് മുതലാണ് കേട്ടോ. അതിൽ ടേബിളുകളും വരച്ച് ഈ സ്മാർട്ട് ആർട്ടും ക്ലിപ്പാർട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ അറ്റം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ ഇൻസേർട്ട് ടാബിലായിരിക്കും നമ്മൾ ബുധനാഴ്ച നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വരച്ച് പഠിച്ച് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ എടുത്ത് മറിച്ച് തിരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പൊ ബുധനാഴ്ച 9:30 ഈ സമയം ഓക്കെ ആണോ? ടൈം ടേബിൾ ഗ്രൂപ്പിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, ടൈം ടേബിൾ ഗ്രൂപ്പിലുണ്ട്. ഇൻസേർട്ട് ടാബ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സമയം ഹോം ടാബ് എന്ന് പറയുന്നത് എല്ലാ ടാബുകൾ പഠിക്കുമ്പോഴും ആവശ്യമുള്ളതാണ് ഹോം ടാബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇൻസേർട്ട് ടാബ് പഠിക്കുന്ന കൂട്ടത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അത് കൃത്യമായിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ എന്താ നമ്മൾ പറയാൻ വന്നേ? അപ്പൊ നമ്മളെ ഗ്രൂപ്പ് ആഡ് ആയില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഈ നമ്പർ, ഈ സമയം ഓക്കെ ആണോ? 9:30 സമയം ഓക്കെ ആണോ? 9:30 ആണോ 8 മണിയാണോ നല്ലത്? 8 മണി സമയം. യെസ്, 8 മണി സമയം ഓക്കെ ആണോ? യെസ്, ഏതായാലും നോക്കിയിട്ട് പറയാം ഏത് സമയത്താണ് ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ കേട്ടോ. അപ്പൊ ഏതായാലും നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. ബ്രേക്കുകൾ വരാത്ത രൂപത്തിൽ, ഓരോ ക്ലാസ് മിസ്സാവാത്ത രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നാളെ രാത്രി നിങ്ങൾക്ക് ടൈം ടേബിൾ ഒരു റെക്കോർഡഡ് ക്ലാസ് കാണുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. നമ്മുടെ ജോൺ ബോൺ ന്യൂമാന്റെ ഒരു മോഡലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്, റെക്കോർഡഡ് ക്ലാസ് ആണ്. അതും നിങ്ങൾ സമയത്ത് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, വേറെ എന്താ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സമയം വൈകിയതുകൊണ്ട് ഇനി കൂടുതൽ കൂടുതൽ സംസാരത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതൊന്നും കൂടി പഠിച്ചിട്ട് വരിക. നാളെ രാവിലെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. വൈകിട്ട് നമ്മൾ ലീഡർ ബോർഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ലീഡർ ബോർഡിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പരമാവധി എല്ലാവരും പരീക്ഷ എഴുതുക. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, സി യു. പിന്നെ കൂട്ടുകാരെങ്കിലും ഒക്കെ ഇനി ടൈപ്പിസ്റ്റിന്റെ ക്ലാസ് എവിടെയാ കിട്ടുക എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മിഷൻ ടൈപ്പിസ്റ്റ് ബാച്ചിൽ ഏതാനും സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. യെസ്, കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എക്സാം ഫോണിൽ തന്നെ. എക്സാം നിങ്ങൾ ഇപ്പോ ക്ലാസിന്റെ റെക്കോർഡിങ്ങും PDF കിട്ടൂല. അതേപോലെ തന്നെ ഒരു ഫോൾഡറിൽ എക്സാമിന് ഒരു ഫോൾഡറും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ടിട്ട് എക്സാം എഴുതി ശീലിക്കാം. അതും കൂടി ഗ്രൂപ്പിൽ പറയും കേട്ടോ. എങ്ങനെ എഴുതേണ്ടതെന്നുള്ളതും കൂടെ ഗ്രൂപ്പിൽ ഇൻസ്ട്രക്ട് ചെയ്യും.